പ്രിയപ്പെട്ട കുട്ടികളെ, +2 ഫിസിക്സിലെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ മാഗ്നറ്റിക്സത്തിലുള്ള ഗോസസ് തിയറത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്നാകട്ടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ബാർ മാഗ്നറ്റും ഒരു സോളിനോയിഡും എങ്ങനെയാണ് സിമിലർ ആയിരിക്കുന്നത് എന്നാണ്. ഒരു ബാർ മാഗ്നറ്റും സോളിനോയിഡും സിമിലർ ആണ് എന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് ബിഹേവ്സ് ലൈക്ക് എ ബാർ മാഗ്നറ്റ്. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എൻഡ് നോർത്ത് പോളും ഒരു എൻഡ് സൗത്ത് പോളുമായിട്ട് ബിഹേവ് ചെയ്യുന്നു കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ബാർ മാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ ഒരു മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ആക്സിയൽ പോയിൻറ്റിലുള്ള, അതായത് ഒരു ബാർ മാഗ്നറ്റിൻ്റെ ആക്സിയൽ പോയിൻറ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. μ0/4π 2m/r³ അല്ലെങ്കിൽ 2m/x³ ആണ് ആ ഇക്വേഷൻ. ഒരു മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ആക്സിയൽ പോയിൻറ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് പറഞ്ഞത് μ0/4π 2m/r³. അങ്ങനെയാണെങ്കിൽ ബാർ മാഗ്നറ്റും സോളിനോയിഡും എല്ലാ കാര്യങ്ങളിലും സിമിലർ ആണെങ്കിൽ ഒരു സോളിനോയിഡിൻ്റെ ആക്സിയൽ പോയിൻറ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷനും അതുതന്നെ ആയിരിക്കണം. സോളിനോയിഡിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ. അതല്ല പറയുന്നത്. സോളിനോയിഡിന് പുറത്ത് അതിൻ്റെ ആക്സിസിലുള്ള ഒരു പോയിൻറ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ് എന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അതിനിവിടെ ഒരു സോളിനോയിഡിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്. ഒരു സോളിനോയിഡ് ഹാവിങ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് n ആണ്. എ ആണ് അതിൻ്റെ റേഡിയസ്. സോളിനോയിഡിൻ്റെ റേഡിയസ് ആണ് എ, ക്യാരിയിങ് എ കറണ്ട് I. ഓക്കെ, ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിൻറ്റ് P വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സോളിനോയിഡ്. ഇത് സോളിനോയിഡിനെ ഹാഫ് ആക്കിയ അല്ലെങ്കിൽ അതിൻ്റെ മിഡ് ലൈനാണ്. അവിടെ നിന്നുള്ള ഡിസ്റ്റൻസാണ്, പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസാണ് R. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റിൽ എത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യമായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഒരു സർക്കുലർ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനുള്ള ഇക്വേഷനാണ്. അപ്പോൾ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സർക്കുലർ ടേൺസ് ചേർന്നതാണ്. അതിൽ കൂടെ കറണ്ട് പോകുമ്പോൾ സർക്കുലർ കോയിലിൻ്റെ ആക്സിയൽ പോയിൻറ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സിംഗിൾ സർക്കുലർ കോയിലിൻ്റെ ആക്സിയൽ പോയിൻറ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് അത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിനുള്ള ഇക്വേഷനാക്കി മാറ്റാൻ വേണ്ടി ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ്. അപ്പോൾ ഒരു സർക്കുലർ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ മുമ്പ് കണ്ടെത്തിയത് എഴുതിയതൊക്കെയാണ് ഇവിടെ. B = നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. B = μ0NIa²/2a² + x²⁻³ where a is the radius of the circular coil and x is the distance to the point. ഓക്കെ, സർക്കുലർ കോയിലിൻ്റെ ആക്സിയൽ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് x. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആക്സിയൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ചെറിയ പോർഷൻ ഇവിടെ ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹാവിങ് എ വിഡ്ത്ത് dx and let small n be, small letter n be the number of turns per unit length of the solenoid. Number of turns per unit length of the solenoid, that is n is equal to total number of turns per unit length. സോളിനോയിഡിൻ്റെ ടോട്ടൽ ലെങ്ത് 2l ആയിട്ടാണ് എടുക്കുന്നത്. ടോട്ടൽ ലെങ്ത്ത് 2l ആണ്. അതായത് മിഡിൽ നിന്ന് ഇങ്ങോട്ട് എല്ലും ഇങ്ങോട്ട് എല്ലും. ഇതൊരു ഒറിജിൻ പോലെ എടുത്തതുകൊണ്ടാണ് -l എന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 2l ആണ്. സോ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് n/2l. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വി ആർ കൺസിഡറിങ് എ സ്മോൾ പോർഷൻ ഹാവിങ് എ വിഡ്ത്ത് dx വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സോളിനോയിഡ്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിൻറ്റ് P ഡ്യൂ ടു ദ സ്മോൾ പോർഷൻ. ഈ dx തിക്നെസ് ഉള്ള സ്മോൾ പോർഷൻ കാരണം എത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ എന്നിന് പകരം എന്തെഴുതി? dx ആണ് വിഡ്ത്ത്, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്ത് സ്മോൾ n ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് അത്രയും ഭാഗത്തെ മാത്രം ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും? n × dx. കാരണം n is equal to number by length ആണ് into length. അപ്പോൾ n × dx ഈസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദിസ് പോർഷൻ ഇൻറ്റു ബാക്കിയൊക്കെ അതുപോലെ തന്നെ I × a²/2 a² പ്ലസ് x എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന സർക്കുലർ കോയിലിൽ നിന്ന് പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് x. അപ്പോൾ നമുക്കിവിടെ ഈ ഷെയ്ഡഡ് പോർഷനിൽ നിന്നും Pയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്.
സെൻറ്ററിൽ നിന്ന് ആകെയുള്ള ഡിസ്റ്റൻസ് r ആണ്, ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് x ആണ്. അപ്പം ഈ ഷെയ്ഡ് ചെയ്ത പോർഷനിലുള്ള ഡിസ്റ്റൻസ് r മൈനസ് x ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഇക്വേഷനിൽ x എന്നല്ല എഴുതേണ്ടത്, ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആയ r മൈനസ് x, പിന്നെ ഇതേ മോഡലിൽ സ്ക്വയർ റൈസ് ടു 3/2. ഓക്കെ. So, to find the total magnetic field due to the entire solenoid, B is equal to, we have to integrate it, dB, integral dB ആണ് ചെയ്യുന്നത്. എവിടം മുതൽ എവിടം വരെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ അറ്റം മുതൽ ഈ അറ്റം വരെയാണ് ചെയ്യേണ്ടത് ഇൻ്റഗ്രേഷൻ. ദാറ്റ് ഈസ് ഫ്രം -L to +L. ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റുകളാണ് -L + L ഇൻറ്റു ഇൻ്റഗ്രേഷൻ dB. അപ്പോൾ ഉള്ളിൽ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ ഞാൻ അത് തന്നെയാണ് എഴുതിയേക്കുന്നത്, -L to +L ഇൻ്റഗ്രൽ ഇതേ കാര്യങ്ങൾ μ0 n dx I a²/2 a² + r - x² റൈസ് ടു 3/2. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബാധകമായിട്ട് വരുന്ന ഇവിടെ dx എന്നുള്ള അല്ലെങ്കിൽ x ഉൾപ്പെടുന്ന ടേമുകൾക്കാണ്. ബാക്കിയൊക്കെ നമുക്ക് കോൺസ്റ്റൻസ് ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ ടേം ഞാൻ പുറത്തേക്ക് എടുത്തു, μ0 n I a². മുകളിൽ അതൊക്കെ പുറത്തേക്ക് എടുക്കാം, ni a². 2 താഴെയുള്ള 2ഉം പുറത്തേക്ക് എടുക്കാം. ബാക്കി ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ വരുന്നത് മുകളിൽ dx ഉണ്ട്. ഇതൊരൊറ്റ ടേമാണ്, അതുകൊണ്ട് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ a² + r - x² എന്നുള്ളത് റൈസ് ടു 3/2 വരുന്നതുകൊണ്ട് ഒറ്റ ടേമാണ്. സോ അതങ്ങനെ തന്നെ എഴുതി. ആൻഡ് ഇഫ് വി കൺസിഡർ ദ പോയിൻറ്റ് P അറ്റ് എ ലാർജ് ഡിസ്റ്റൻസ്, കുറേ അധികം ദൂരത്താണ് P എങ്കിൽ, which is very very large compared to the radius of the coil and the distance x. ഈ എക്സിനെക്കാളും എയേക്കാളും വളരെ ലാർജാണ് r എങ്കിൽ വി ക്യാൻ നെഗ്ലക്റ്റ് എ ആൻഡ് എക്സ്. അതാണ് ചെയ്യുന്നത് നെക്സ്റ്റ്. എയും എക്സും വളരെ സ്മോൾ ആണ് ആറിനേക്കാളും. അപ്പോൾ എയും എക്സും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാണ് ഇതിൽ. ശരിക്കും ഇത് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഒരു അപ്രോക്സിമേഷൻ എടുക്കുകയാണ്, നമുക്ക് എളുപ്പത്തിന് വേണ്ടി അപ്രോക്സിമേഷൻ എടുക്കുകയാണ്. അപ്പോൾ എയും എക്സും നെഗ്ലക്റ്റ് ചെയ്താൽ നമുക്ക് എക്സും പോയി എയും പോയി, ബാക്കി r മാത്രമേ താഴെ ഡിനോമിനേറ്ററിൽ ഉണ്ടാവുള്ളൂ. ആറിന് ഇവിടെ സ്ക്വയർ ഉണ്ട്, അപ്പോൾ r² റൈസ് ടു 3/2 എന്ന് വരും. r² റൈസ് ടു 3/2, 2 കട്ട് ചെയ്ത് r³ എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ദാറ്റ് ഈസ് μ0 ni a², പുറത്തുള്ള അങ്ങനെ തന്നെ /2 ഇൻ്റഗ്രൽ -L to +L ഇൻ്റഗ്രൽ dx ബൈ ഈ താഴത്തെ ഇതൊക്കെ പോയിട്ട് ബാക്കി വരുന്ന r³. ഓക്കെ. ഇനി ഇൻ്റഗ്രേഷൻ വരുന്ന r³ ഇൻ്റഗ്രേഷൻ ബാധകമല്ല, അതും പുറത്തേക്ക് വന്നു. ഇനി ഇൻ്റഗ്രേഷൻ്റെ അകത്ത് dx മാത്രമായിട്ട് വന്നു. ഇൻ്റഗ്രൽ dx ഈസ് x, അതാണ് ഇവിടെ എഴുതിയത്. ഇൻ്റഗ്രൽ dx x ആണ്. ലിമിറ്റിൻ്റെ വാല്യൂസ് -L + L. ബാക്കി എല്ലാ കാര്യങ്ങളും പുറത്തുള്ള അതേപോലെ തന്നെ വന്നു. ഓക്കെ. ഇനി എക്സിന് നമ്മൾ ലിമിറ്റിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതായത് ഫസ്റ്റ് വാല്യൂ മൈനസ് സെക്കൻഡ് വാല്യൂ, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വാല്യൂ L മൈനസ് സെക്കൻഡ് വാല്യൂ -L. അപ്പോൾ L - -L എന്നാണ് ബ്രാക്കറ്റിൽ വരിക. L - -L, ദാറ്റ് ഈസ് L + L, 2L. അതുകൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റിനകത്ത് 2L എന്ന് വന്നത്. അപ്പോൾ ബാക്കി എല്ലാം കൂടെ ചേർന്ന് μ0 ni a²/2 r³ ഇൻറ്റു 2L. നമുക്ക് എന്തിലേക്കാണ് എത്തിച്ചേരേണ്ടതെന്ന് ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് ആൻ ആക്സിയൽ പോയിൻറ്റ് നമുക്കറിയാം. μ0/4π 2m/r³ ആയിരുന്നു. അതിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. സോ ഇതിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തുകയാണ് ഇക്വേഷനിൽ. ഇപ്പോൾ അവസാനം കിട്ടിയ ഇക്വേഷനിൽ ഇൻറ്റു 2π / 2π ചേർക്കാണ്. ദാറ്റ് ഈസ് B is equal to μ0 ni a²/2 r³ 2L. ഇനി 2π കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യുന്നു. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 അവിടെ നിൽക്കട്ടെ, താഴെ 2 × 2π, ദാറ്റ് ഈസ് 4π, ഡിനോമിനേറ്റർ ശരിയാക്കി വെക്കാം, /r³. ഇതവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് മുകളിൽ കുറച്ച് കാര്യങ്ങളൊന്ന് റീഅറേഞ്ച് ചെയ്യാനുണ്ട്. 2n × 2L ഇൻറ്റു π a² ഇൻറ്റു I. എല്ലാ കാര്യങ്ങളായും തോന്നുന്നു. ni a², 2L 2π, 2L 2π, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി ഇത് നോക്കൂ, μ0/4π r³ താഴെയുണ്ട്, 2 ഇവിടെ തന്നെയുണ്ട്. n × 2L, that is n × 2L, that will be capital N. And I, π a², a is the radius of the solenoid, so π a² will be its area. Okay, NIA is the moment of a circular coil, current carrying coilൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷനാണ് NIA. That is equal to μ0/4π 2m/r³.
സോ ബി ഈസ് ഈക്വൽ ടു mu 0/4 2m/r³. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ഒരു സോളിനോയിഡിൻ്റെ ആക്സിയൽ പോയിൻറ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനുള്ള ഇക്വേഷനാണ് കിട്ടിയത്, വിച്ച് ഈസ് വെരി മച്ച് സിമിലർ ഓർ സെയിം to the equation for the magnetic field at an axial point due to a magnetic dipole. Magnetic dipoleൻ്റെയും സോളിനോയിഡിൻ്റെയും ആക്സിയൽ പോയിൻറ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആയതുകൊണ്ട് ഒരു മാഗ്നറ്റിക് ഡൈപ്പോളും ഒരു സോളിനോയിഡും സിമിലർ ബിഹേവിയറാണ് കാണിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ സിമിലാരിറ്റി, ഡൈപ്പോളും സോളിനോയിഡും തമ്മിലുള്ള ഒന്നാമത്തെ സിമിലാരിറ്റി. രണ്ടാമത്തെ കാര്യം, cutting a solenoid into two will give two solenoids in the same case as if we cut a bar magnet into two will give two magnets of weaker magnetic properties. അല്ലേ, ഒരു മാഗ്നറ്റിനെ നമ്മൾ രണ്ട് കഷ്ണമായിട്ട് മുറിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മാഗ്നറ്റ് കിട്ടും. ഇവിടെ എന്നും എസ്സും ആയിരുന്നെങ്കിൽ അതിനെ നമ്മൾ കട്ട് ചെയ്യാണ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി ഒരു സോളിനോയിഡിനെ, കറണ്ട് ക്യാരിങ് സോളിനോയിഡിന് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ we will get two solenoids of weaker magnetic properties. That is very simple. ഇനി മൂന്നാമത്തെ ഒരു സിമിലാരിറ്റി എന്താണെന്ന് വെച്ചാൽ, the magnetic lines of force of a bar magnet and solenoid are similar. ലൈൻസ് ഓഫ് ഫോഴ്സ്, ഒരു ബാർ മാഗ്നറ്റിൻ്റെ ലൈൻ ഓഫ് ഫോഴ്സിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞാണ്. ഒരു ഫേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത ഫേസിൽ കൂടി കണ്ടിന്യൂസ് ക്ലോസ്ഡ് കർവ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു സോളിനോയിഡിന് ചുറ്റുമുള്ള ലൈൻസ് ഓഫ് ഫോഴ്സും ഒരു ഫേസിൽ നിന്ന് തുടങ്ങിയിട്ട് മറ്റേ ഫേസിലേക്ക് കൂടെ വരുന്ന കണ്ടിന്യൂസ് ക്ലോസ്ഡ് കർവ്സ് ആണ്. സോ ദീസ് ആർ ദ 3 similarities between എ സോളിനോയിഡ് ആൻഡ് എ ബാർ മാഗ്നറ്റ്. ഒന്ന്, ആക്സിയൽ മാഗ്നറ്റിക് ഫീൽഡിനുള്ള ഇക്വേഷൻ സെയിം ആണ്. 2, കട്ട് ചെയ്താൽ രണ്ട് സോളിനോയിഡ് അല്ലെങ്കിൽ രണ്ട് ബാർ മാഗ്നറ്റ് കിട്ടുന്നു വിത്ത് വീക്കർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. മൂന്നാമത്തെ കാര്യം, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് രണ്ടിൻ്റെയും സെയിം ആണ്. ഒരു ഫേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റേ ഫേസിൽ കൂടി എൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലോസ്ഡ് കർവ്സ് ആയിട്ടാണ് വരുന്നത്. സോ ദീസ് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ സോളിനോയിഡ് ആൻഡ് എ ബാർ മാഗ്നറ്റ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ മറ്റൊരു പോർഷനിലേക്ക് പോവാണ്. That is Earth's magnetism. എർത്ത് ഒരു മാഗ്നറ്റ് ആണ് എന്ന് നമ്മൾ മുമ്പ് ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എർത്ത് ഇറ്റ് സെൽഫ് ബിഹേവ്സ് ലൈക്ക് എ ഹ്യൂജ് ബാർ മാഗ്നറ്റ് and due to its magnetic property all bar magnets suspended on it aligns in the north south pole direction. അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി ഏത് മാഗ്നറ്റിനും കിട്ടാനുള്ള കാരണം എർത്ത് ഒരു മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എർത്തിന് എവിടെ നിന്നാണ് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടിയത്? ഇതാണ് നമ്മുടെ ചോദ്യം. എർത്തിൻ്റെ മാഗ്നറ്റിസത്തിനുള്ള റീസൺ എന്താണ്? ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് യൂസിങ് എ ടേം നോൺ ആസ് ഡൈനാമോ ഇഫക്റ്റ്. Dynamo effect. This is the known reason behind Earth's magnetism. Dynamo effect എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എർത്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എർത്തിൻ്റെ പുറത്തുള്ള സർഫസൊക്കെ ഉറച്ച സർഫസാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള കോറിൽ മോൾട്ടൺ മെറ്റീരിയൽസാണ് കിടക്കുന്നത്. നമ്മൾ അഗ്നിപർവ്വത സ്ഫോടനത്തിലൊക്കെ നമ്മൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. ഇത് പുറത്തേക്ക് വരുന്ന ലാവ മോൾട്ടൺ ആയിട്ടുള്ള അവസ്ഥയിൽ വളരെ ഹൈ ടെമ്പറേച്ചറിൽ അയോണൈസ്ഡ് സ്റ്റേറ്റിലാണ് എർത്തിൻ്റെ കോറ് ഉള്ളത്. വിച്ച് കണ്ടെയ്ൻസ് മോൾട്ടൺ മെറ്റീരിയൽസ് ലൈക്ക് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ലൈക്ക് അയൺ, നിക്കൽ ആൻഡ് കൊബാൾട്ട്. അതുപോലെയുള്ള മെറ്റീരിയൽസ് മോൾട്ടൺ അവസ്ഥയിൽ ചാർജ്ഡ് അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ എർത്ത് കറങ്ങുന്നതിനൊപ്പം സ്വന്തം റൊട്ടേഷനും സണ്ണിന് ചുറ്റുമുള്ള റെവല്യൂഷനും ഒക്കെ ഒപ്പം ഇതിനകത്ത് കിടന്നിട്ട് ഈ മോൾട്ടൺ മെറ്റീരിയൽസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താവും, ഇത് ചാർജർ ആയതുകൊണ്ട് ദർ ഈസ് എ സർക്കുലേറ്റിംഗ് കറണ്ട് ഫോംഡ് ഇൻസൈഡ് ദ എർത്ത്. എർത്തിനുള്ളിൽ കൂടി ചാർജസ് ഇൻ മോഷൻ ഫോംസ് എ കറണ്ട്. അപ്പോൾ ഈ കറണ്ട് കാരണമാണ് എർത്തിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയുന്ന ഒരു തിയറി. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ഡൈനാമോ എഫക്റ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു സാധൂകരിക്കാൻ പറയുന്ന അല്ലെങ്കിൽ ഇത് വാലിഡ് ആണ് എന്ന് പറയാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, വീനസ് വിച്ച് ഈസ് മൂവിങ് സ്ലോവർ ദാൻ എർത്ത്, ഭൂമിയെക്കാളും സ്പീഡ് കുറച്ചാണ് കറങ്ങുന്നത്. അപ്പം വീനസിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എർത്തിനേക്കാളും കുറവാണ്. അതേസമയം ജൂപ്പിറ്റർ വിച്ച് ഈസ് മൂവിങ് ഫാസ്റ്റർ ദാൻ ഓർ റൊട്ടേറ്റിംഗ് ഫാസ്റ്റർ ദാൻ എർത്ത് ഹാസ് എ സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് ദാൻ എർത്ത്. അതുപോലെ തന്നെ മൂൺ, അതിൻ്റെ ഉള്ളിൽ ഇതുമാതിരി മോൾട്ടൺ മെറ്റീരിയൽസ് ഒന്നുമില്ല, അത് പൂർണ്ണമായിട്ടും തണുത്തുറഞ്ഞതാണ്.
അപ്പോൾ മൂണിന് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, മൂണിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പോൾ ഇപ്പോൾ അറിയപ്പെടുന്ന കാര്യത്തിൽ നമുക്കിത് മാഗ്നറ്റിസത്തിനെ കുറിച്ച് വളരെ കുറച്ച്, എർത്തിൻ്റെ മാഗ്നറ്റിസത്തെക്കുറിച്ചൊക്കെ വളരെ ധാരണകൾ കുറവാണ്. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പോയി നോക്കാൻ പറ്റില്ല. മാത്തമാറ്റിക്കൽ മോഡലുകളോ കമ്പ്യൂട്ടർ മോഡലുകളോ ഒക്കെ ഉപയോഗിച്ചുള്ള സിമുലേഷൻസ് വഴിയാണ് ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ കാര്യമായിട്ട് നടക്കുന്നത്. അതുപോലെ ഫോസിലിൻ്റെ പഠനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഉള്ളിൽ നിന്ന് പുറത്തു വന്ന ലാവയുടെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നുള്ള പഠനങ്ങളും വെച്ചിട്ടാണ് എർത്തിൻ്റെ മാഗ്നറ്റിസത്തിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ കാര്യം, ഈ മൂവിങ് circulating current which is formed inside the core of earth is the reason behind earth's magnetism, and this is known as dynamo effect. And one more thing we have to study today is the magnetic elements of earth, അല്ലെങ്കിൽ earth's magnetic elements. Earth's magnetic elements. മാഗ്നറ്റിക് എലിമെൻറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ എന്തോ എലിമെൻസിനെ കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നും. അല്ല, magnetic elements of earth are certain quantities which are used for describing the magnetism of earth at a certain point. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട ചില ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ആണ് എർത്തിൻ്റെ മാഗ്നറ്റിക് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ നമുക്ക് പറയണമെങ്കിൽ നമുക്കറിയാം, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, അതായത് അക്ഷാംശവും രേഖാംശവും പറയുകയാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതുപോലെ ഭൂമിയിൽ ഏത് സ്ഥലത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പറയാൻ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ചില കാര്യങ്ങളെയാണ് എന്ത് പറയുക, എർത്തിൻ്റെ മാഗ്നറ്റിക് എലിമെൻറ്റ്സ്. സോ ദീസ് ആർ സർട്ടൺ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ടു ബി സ്പെസിഫൈഡ് ടു ഡിസ്ക്രൈബ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് അറ്റ് എ സർട്ടൺ പ്ലേസ്. ഓക്കെ, അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ 1-2 ടേംസ് അതിന് മുമ്പേ പഠിക്കണം. ദാറ്റ് ഈസ് ജിയോഗ്രഫിക് മെറിഡിയൻ. ജിയോഗ്രഫിക് മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ. മാഗ്നറ്റിക് മെറിഡിയൻ. മെറിഡിയൻ. ഇപ്പം ഇത് എർത്താണെങ്കിൽ ഇത് അതിൻ്റെ നോർത്ത് പോളാണ്, ജിയോഗ്രഫിക് നോർത്താണ്, അല്ലെങ്കിൽ NG എന്ന് എഴുതാം. നോർത്ത് നമ്മളെപ്പോഴും ഏത് ചിത്രത്തിലും നോർത്ത് പോള് മുകളിലാണ്, നോർത്ത് ഭാഗം മുകളിലാണ് മാർക്ക് ചെയ്യാം. ദിസ് ഈസ് ജിയോഗ്രഫിക് നോർത്ത് ആൻഡ് ദിസ് ഈസ് ജിയോഗ്രഫിക് സൗത്ത്, SG. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഒരു പ്ലെയിനെ, വരയല്ല, a plane which is joining the geographic north and geographic south is called geographic meridian. Okay, the plane which is joining geographic north and geographic south is called geographic meridian. And we have already studied that the geographic north and magnetic south are at the same place. അല്ലേ, geographic northൻ്റെ നേരെ ഉള്ളത് മാഗ്നറ്റിൻ്റെ സൗത്താണ്. എർത്ത് മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണ് അവിടെ ഉള്ളത്. എർത്ത് ഒരു ഹ്യൂജ് ബാർ മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യുന്നു, അതിൻ്റെ സൗത്ത് പോളാണ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെയാണ് എർത്തിൻ്റെ മാഗ്നറ്റിക് സൗത്ത് എന്ന്. പക്ഷെ അവിടെ അല്ല, ശരിക്കും ഇത് തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നില്ല, കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ടാണ് ഇത്. ദിസ് ഈസ് കോൾഡ് നോർത്ത് മാഗ്നറ്റിക്, ദാറ്റ് ഈസ് മാഗ്നറ്റിക് നോർത്ത് പോൾ. അതേമാതിരി മാഗ്നറ്റിക് സൗത്ത് പോൾ കുറച്ച് ഇങ്ങോട്ടായിരിക്കും, സൗത്ത് മാഗ്നറ്റിക് പോൾ. ആൻഡ് ദ പ്ലെയിൻ വിച്ച് ഈസ് ജോയിനിങ് മാഗ്നറ്റിക് നോർത്ത് ആൻഡ് മാഗ്നറ്റിക് സൗത്ത് ഈസ് കോൾഡ് മാഗ്നറ്റിക് മെറിഡിയൻ. മാഗ്നറ്റിക് സൗത്തിനെ മാഗ്നറ്റിക് നോർത്തിനെ ജോയിൻ ചെയ്യുന്ന പ്ലെയിനാണ് മാഗ്നറ്റിക് മെറിഡിയൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗ്ലോബ്. ഒരു ഗ്ലോബ് കാണിക്കാമെന്ന് വിചാരിച്ചു. ദിസ് ഈസ് ജിയോഗ്രഫിക് നോർത്ത് ആൻഡ് ദിസ് ഈസ് ജിയോഗ്രഫിക് സൗത്ത്, നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിൻ്റെ ആക്സിസ് ആയിട്ട് വരുന്ന അങ്ങനെ കട്ട് ചെയ്യുന്ന പ്ലെയിനാണ് എന്ത്, ജിയോഗ്രഫിക് മെറിഡിയൻ. അതേസമയം മാഗ്നറ്റിക് സൗത്താണ് ഈ ഭാഗത്ത് ഉണ്ടാവേണ്ടത്, ഇതുമായിട്ട് കോയിൻസൈഡ് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ അല്ല മാഗ്നറ്റിക് സൗത്ത് ഉണ്ടാവുക, കുറച്ചും കൂടെ വിട്ടിട്ടാണ്. നിങ്ങൾ ഗ്ലോബോ അറ്റ്ലസോ എടുത്ത് നോക്കിയാൽ ഒരു കാനഡയുടെ ഭാഗത്താണ് ഉണ്ടാവുക. ശരിക്കും ജിയോഗ്രഫിക് നോർത്ത് എന്ന് പറയുന്ന അന്റാർട്ടിക്കയാണ്. അതിന് പകരം കുറച്ചും കൂടി ഇങ്ങോട്ട് വിട്ടിട്ട് ഈ ഭാഗത്ത് കാനഡയുടെ ഭാഗത്താണ് ഉണ്ടാവുക എന്ത്, മാഗ്നറ്റിക് സൗത്ത്.
അതേമാതിരി മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നത് ജോഗ്രഫിക് സൗത്ത് ഇവിടെ അന്റാർട്ടിക്കയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അന്റാർട്ടിക്കയ്ക്ക് പകരം ഞാൻ നേരത്തെ ആർട്ടിക് എന്നായിരുന്നു പറയുന്നത്, അന്റാർട്ടിക്ക എന്ന് പറഞ്ഞോന്ന് സംശയമുണ്ട്. ആർട്ടിക്കിലാണ് ജോഗ്രഫിക് നോർത്ത്. അതേസമയം മാഗ്നറ്റിക് സൗത്ത് കാനഡയിലുമായിരിക്കും. ജിയോഗ്രഫിക് സൗത്ത് അന്റാർട്ടിക്കയിലാണ്. പക്ഷേ മാഗ്നറ്റിക് നോർത്ത് അന്റാർട്ടിക്കയിലല്ല, കുറച്ചും കൂടെ വിട്ട് നമ്മൾ ഇതിൽ നോക്കിയാൽ മാപ്പിലോ അറ്റ്ലസിലോ അല്ലെങ്കിൽ ഗ്ലോബിലോ ഒക്കെ നോക്കിയാൽ ന്യൂസിലാൻഡിൻ്റെ ഒക്കെ താഴെയായിട്ട് വരുന്ന ആ ഭാഗത്ത് കാണാം. കുറച്ച് ഡിഗ്രി വ്യത്യാസമുണ്ട്. അപ്പോൾ അവയെ യോജിപ്പിക്കുന്ന പ്ലെയിനെയാണ് എന്ത് പറയുക, മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇവ തമ്മിലൊരു ആംഗിൾ ഉള്ളതായിട്ട് കാണാം. So this angle is denoted as alpha is called declination. This is the first magnetic element. ആദ്യത്തെ മാഗ്നറ്റിക് എലിമെൻ്റ് ആണ്, വിച്ച് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ജോഗ്രഫിക് മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ. ഒന്നാമത്തെ പോയിന്റ് അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ കാര്യം ദിസ് ഈസ് ഡിനോട്ടഡ് ആസ് ഡിപ്പ് വിച്ച് ഈസ് തീറ്റ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് ഇൻക്ലിനേഷൻ. ഡെക്ലിനേഷൻ്റെ ആൽഫയാണെന്ന് നമ്മൾ പറഞ്ഞു. ഡിപ്പ് അല്ലെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ഹൊറിസോണ്ടലുമായിട്ടുള്ള ആംഗിളിനെയാണ് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഡിപ്പ് എന്ന് പറയാം. ഇപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ അതിനെ ഹൊറിസോണ്ടലുമായിട്ടുള്ള ആംഗിൾ, ഇതാണ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ബി, അത് ഹൊറിസോണ്ടലുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ് എന്ത് പറയുക, ഡിപ്പ് എന്ന് പറയുക. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇപ്പോൾ നോർത്ത് മാഗ്നറ്റിക് പോളിൽ ഇവിടെ മാർക്ക് ചെയ്ത് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ നോർത്ത് മാഗ്നറ്റിക് പോൾ കറക്റ്റാണ്. നോർത്ത് മാഗ്നറ്റിക്കും സൗത്ത് മാഗ്നറ്റിക് പോൾ. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് വരയ്ക്കുമ്പം ഒരു ബാർ മാഗ്നറ്റ് ആണെങ്കിൽ നമ്മൾ വരയ്ക്കുക നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെയാണ് വരയ്ക്കുക, അല്ലേ? ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പോൾ ഇവിടെ ശരിക്കും വരേണ്ടത് ഇങ്ങനെയാണ് വരേണ്ടത്. എർത്തിൻ്റെ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോ സ്ഥലത്തും എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, എർത്തിൻ്റെ സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പം ഇവിടെയാണെങ്കിൽ ഈ പോളിലാണെങ്കിൽ ഇതിങ്ങനെ വന്ന് കുത്തനെയാണ് വരുന്നത്. ഇവിടെ ഇക്വേറ്ററിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഇത് എർത്തിൻ്റെ ഇങ്ങനെ വന്ന് ലൈൻ ഓഫ് ഫോഴ്സ് ഇങ്ങനെ വരുമ്പം ഇക്വേറ്ററിൻ്റെ ഭാഗത്തൊക്കെ അത് സർഫസിന് പാരലായിട്ടായിരിക്കും വരിക. അതേസമയം പോളിലൊക്കെ എത്തുമ്പോൾ അത് കുത്തനെ വന്നിട്ട് അതിനകത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിരിക്കും, സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അവിടെ ഡിപ്പ് ആംഗിൾ 90 ആയിരിക്കും. അതേസമയം ഇവിടെയൊക്കെ ആണെങ്കിൽ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് എർത്തിൻ്റെ സർഫസിന് പാരലാണ്. ഇവിടെ ഡിപ്പ് ആംഗിൾ 0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ പോൾസിൽ ഡിപ്പ് 90യും ഇവിടെ ഇക്വേറ്ററിൽ ഡിപ്പ് 0യുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഡിപ്പ് എന്ന് പറയുക. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ഹൊറിസോണ്ടലും തമ്മിലുള്ള ആംഗിളാണ്. ഇനി മൂന്നാമത്തെ കാര്യം, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ 2 കോമ്പോണൻ്റായിട്ട് മാറ്റാണ്. ഒരു വെർട്ടിക്കൽ കോമ്പോണൻറ്റും ഒരു ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റും. The component of Earth's magnetic field in the horizontal direction is known as the third magnetic element, that is horizontal intensity. Or it is also known as BH. അപ്പോൾ മൂന്നാമത്തത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള കോമ്പോണൻറ്റിനെയാണ് ഹൊറിസോണ്ടൽ ഇൻറ്റൻസിറ്റി BH എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഈ 2 കോമ്പോണൻ്റായിട്ട് എഴുതുകയാണെങ്കിൽ ഇപ്പുറത്തത് BV is equal to B sin theta എന്ന് വരും, BH is equal to B cos theta എന്ന് വരും. ഇത് നമ്മൾ റേഷ്യോ എടുത്താൽ tan theta is equal to BV by BH, അല്ലേ? sin theta by cos theta എന്ന് പറയുമ്പോൾ tan theta is equal to BV by BH എന്ന് വരുന്നു. So these are the 3 magnetic elements of Earth: declination, angle between Earth's magnetic meridian and geographic meridian. രണ്ടാമത്തത് ഡിപ്പ്, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ഹൊറിസോണ്ടൽ സർഫസുമായിട്ടുള്ള ആംഗിൾ. മൂന്നാമത്തത് horizontal intensity, that is BH, which is the component of Earth's magnetic field in the horizontal direction. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരികയാണ്, ഒരു മാഗ്നറ്റിക് നീഡിൽ വാട്ട് വിൽ ഹാപ്പൻ ടു എ കോമ്പസ് നീഡിൽ വെൻ ഇറ്റ് ഈസ് ടേക്കൺ ടു നോർത്ത് പോൾ? നമ്മൾ കോമ്പസ് നീഡിൽ എന്ന് പറഞ്ഞാൽ വടക്ക് നോക്കി യന്ത്രം എന്നാണ് പറയാം, അല്ലേ? ഈ വടക്ക് നോക്കി യന്ത്രത്തിന് നമ്മൾ അത് നോക്കുന്ന ഡയറക്ഷനിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ വടക്കോട്ട് പോയി നോർത്ത് പോളിലേക്ക് എത്തുകയാണ്. നോർത്ത് പോളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങോട്ട് കാണിക്കും എന്നാണ് എൻ്റെ ചോദ്യം. അതിനെങ്ങോട്ടും കാണിക്കാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ ഉത്തരം.
അതായത് എർത്തിൻ്റെ സർഫസിന് ഹൊറിസോണ്ടലായിരിക്കുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഹൊറിസോണ്ടലായിരിക്കുന്നത് ഇക്വേറ്ററിലാണ്. ഇക്വേറ്ററിൽ നിന്ന് നോർത്ത് പോളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഇത് വെർട്ടിക്കലായി ഡിപ്പ് ആംഗിൾ വർദ്ധിച്ചു വരുന്നു. ഡിപ്പ് ആംഗിൾ വർദ്ധിച്ച് വന്നിട്ട് വെർട്ടിക്കലായിട്ട് നിൽക്കും. എവിടെ എത്തുമ്പോൾ? നോർത്ത് പോളിലെത്തുമ്പോൾ, മാഗ്നറ്റിക് നോർത്ത് പോളിലെത്തുമ്പോഴും മാഗ്നറ്റിക് സൗത്ത് പോളിലെത്തുമ്പോഴും നീഡിൽ നിന്ന് അങ്ങനെ നിൽക്കാൻ പറ്റുമെങ്കിൽ അത് വെർട്ടിക്കലായിട്ട് നിൽക്കും. സാധാരണ കോമ്പസ് നീഡിലിന് അങ്ങനെ നിൽക്കാൻ പറ്റില്ല, അതൊരു ഹൊറിസോണ്ടൽ മൗണ്ടഡ് ആണ്. അപ്പോൾ അത് ഒരു ഡയറക്ഷനും കാണിക്കാൻ പറ്റില്ല, അത് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതേസമയം ഡിപ്പ് നീഡിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വെർട്ടിക്കലായിട്ട് അതിന് തിരിയാൻ പറ്റുന്ന ഡിപ്പ് നീഡിലാണെങ്കിൽ ഇറ്റ് വിൽ സ്റ്റാൻഡ് വെർട്ടിക്കൽ അറ്റ് ദ നോർത്ത് പോൾ ബിക്കോസ് ഡിപ്പ് ഈസ് 90 അറ്റ് ദ നോർത്ത് മാഗ്നറ്റിക് നോർത്ത് പോൾ ആൻഡ് മാഗ്നറ്റിക് സൗത്ത് പോൾ. ഓക്കെ, അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഇത് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കൗതുകകരമായിട്ടുള്ള കാര്യം, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നോർത്ത് പോൾ എന്ന് പറയുന്ന ഈ സ്ഥലം അത് പിന്നെയും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം ഒരു കാലത്ത് ഇത് കോയിൻസൈഡ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടാവാം. അത് പഴയ വളരെ മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പേ പുറത്തു വന്ന ലാവയിലുള്ള മാഗ്നറ്റിക് എലിമെൻറ്റ്സ് അലൈൻ ചെയ്ത്, അത് കൂൾ ചെയ്തപ്പം അലൈൻ ചെയ്തത് അന്നത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കാം. അത് ഇന്നുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. അതിൻ്റെ അർത്ഥം എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പൊസിഷൻസ് മാറി ഇവിടെ ഞാൻ എഴുതിയത് മാറിപ്പോയിട്ടുണ്ട്. സൗത്ത് മാഗ്നറ്റിക് പോളും ഇവിടെ നോർത്ത് മാഗ്നറ്റിക് പോളുമാണ് വേണ്ടത്, പറഞ്ഞപ്പോൾ മാറിയിട്ടുണ്ടാവും. അത് മാറി ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. കിലോമീറ്റേഴ്സ് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല എർത്തിന് ഇടയ്ക്കിടയ്ക്കുള്ള ചില ലോക്കൽ മാഗ്നറ്റിക് പോൾസ് ഉണ്ട്. ഈ ഇത് ഷിഫ്റ്റ് ചെയ്ത് ഈ നോർത്ത് പോളും സൗത്ത് പോളും ഇൻ്റർചേഞ്ച് ചെയ്യുന്ന ഒരു ഘട്ടം എത്തിയേക്കാം. അങ്ങനെ പലതവണ എർത്തിൻ്റെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും അത് ബാധിക്കുന്ന കാര്യമല്ല, കാരണം വളരെ വർഷങ്ങൾക്ക് ശേഷം മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അന്ന് നമ്മുടെ ഈ എല്ലാ നാവിഗേഷൻ സിസ്റ്റം, GPS പോലുള്ള എല്ലാ കാര്യങ്ങളും വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും എന്നുള്ള ഒരു കൗതുകകരമായിട്ടുള്ള കാര്യമുണ്ട്. അങ്ങനെ എന്തൊക്കെയായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഫീൽഡാണ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നോട്ട്സൊക്കെ എഴുതിയെടുക്കുക, ഇത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ.